ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കം. അന്നത്തെ നവകേരള സദസ്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? വലിയൊരു വണ്ടിയിൽ എല്ലാ മന്ത്രിമാരും കൂടെ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കുള്ള ഒരു യാത്ര. എന്തൊക്കെയായിരുന്നു? അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കരിങ്കൊടി പ്രതിഷേധം, മുദ്രാവാക്യം, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രതിഷേധ മാർഗങ്ങൾ. പക്ഷേ ആലപ്പുഴയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു മൂഡ് മാറി. ആലപ്പുഴയിൽ വെച്ച് മൂഡ് മാറി എന്ന് പറഞ്ഞത് പ്രതിഷേധത്തിൻ്റെ അല്ല, പ്രതിഷേധത്തെ എതിർക്കുന്ന രീതിയുടെയാണ് മൂഡ് മാറിയത്. പക്ഷേ പല സ്ഥലങ്ങളിലും തുടക്കത്തിലെ പ്രതിഷേധം നടക്കുന്ന സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനം ചെയ്തിരുന്നു. നമ്മൾ കണ്ടതാണ് ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം. ആലപ്പുഴയിലെത്തിയപ്പോൾ അതും കടന്ന് അടുത്ത ലെവൽ ഓഫ് രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. അത് വേറെ ആരുടെയും കയ്യിൽ നിന്നല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തിരുന്ന ആ ഒരു ആഡംബര വാഹനം പോകുന്ന വഴിയിൽ അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസും അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അജയ് ജോൽ കുര്യാക്കോസും പ്രതിഷേധം നടത്തി. എന്തായിരുന്നു പ്രതിഷേധം? കരിങ്കൊടി കാണിച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നൊരു പ്രതിഷേധമായിരുന്നു. അല്ലാതെ അവരവിടെ ബോംബ് വെക്കാനോ മുഖ്യമന്ത്രിയെ കൊല്ലാനോ പോയിട്ടില്ല. പിന്നീട് എന്താണ് നടന്നതെന്ന് നമ്മൾ എല്ലാ വീഡിയോസിലും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്താണ് നടന്നത്? ഇവരെ രണ്ടുപേരെയും പോലീസ് തടഞ്ഞു വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. അതാ വരുന്നു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കാനായിട്ട് കുറച്ച് പേർ. ആരൊക്കെയായിരുന്നു ആ രക്ഷാപ്രവർത്തകർ? മുഖ്യമന്ത്രിയുടെ ഗൺമാനും സെക്യൂരിറ്റി ഓഫീസേഴ്സുമായിരുന്നു. അവർ രക്ഷിക്കാൻ വന്നത് ലാത്തി കൊണ്ടായിരുന്നു. ഈ രണ്ടുപേരെ തലങ്ങും വിലങ്ങും ഉമാരെ അടിച്ച് പരത്തി. ഈ ഒരു കാര്യത്തിൽ ഒന്നാം പ്രതിയാണ് SI അനിൽകുമാർ, രണ്ടാം പ്രതിയാണ് സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ്. ലോക്കൽ പോലീസ് ഓൾറെഡി ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് എന്തിനായിരുന്നു ഈ ഇന്നർ പെരിമീറ്റർ സെക്യൂരിറ്റി മാത്രം ചാർജുള്ള ഗൺമാനും പ്രൊട്ടക്ഷൻ ഓഫീസറും എന്തിനാണ് ഇവരെ തല്ലിച്ചതയ്ക്കാനായിട്ട് ഇറങ്ങി വന്നത്? ഈ സമയത്ത് ഒരു പ്രോട്ടോകോൾ വയലേഷൻ അല്ലേ നടന്നത്? പക്ഷേ ഇതൊന്നും മുന്നന്വേഷിച്ചിരുന്ന റിപ്പോർട്ടിൽ ഇതൊന്നും കാണില്ലല്ലോ. കാരണം അന്ന് ഭരിച്ചിരുന്ന ആരായിരുന്നു? അന്ന് ഇതിനെതിരെ പരാതി കൊടുത്തിരുന്നു. ആ പരാതി അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷിച്ചിട്ട് ആ റിപ്പോർട്ട് കോടതിയിലെത്തിയപ്പോൾ എന്തായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്? ഈ സെക്യൂരിറ്റി ഓഫീസറിനെ ക്ലീൻ ചീറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണെന്ന് കോടതിയിലെത്തിയത്. ഈ റിപ്പോർട്ട്സ് കണ്ടപ്പോൾ തന്നെ കോടതി പറഞ്ഞു, എടുത്തുകൊണ്ട് ഏതെങ്കിലും വേസ്റ്റ് ബാസ്ക്കറ്റിലിട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചോറുണ്ണുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താണ് നടന്നേക്കുന്നതെന്ന്. പിന്നെ സ്വാഭാവികമാണ്, അന്ന് ഭരിക്കുന്ന ആരാണ്? ഇവരുടെ പാർട്ടിക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെ അതിൽ വരുള്ളൂ. അന്ന് ഈ മഹത്തായ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കണ്ട കോടതി റീഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടിരുന്നു. പക്ഷേ അന്ന് ഭരിച്ചിരുന്നത് വൺ ആൻഡ് ഓൺലി പാർട്ടി ആയതുകൊണ്ട് ഒരു അന്വേഷണവും രണ്ടാമത് നടന്നില്ല. ഇപ്പോൾ ഇതാ പുതിയൊരു മന്ത്രിസഭ വന്നു, വീണ്ടും അന്വേഷണത്തിനുള്ള ഉത്തരവിട്ടു. പുതിയ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്നും പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണെന്ന്, അതായത് രക്ഷാപ്രവർത്തനം. കേരളത്തിലെ ആളുകളെ ഓടിച്ചിട്ടടിക്കുന്നതിന് പുതിയ പേര് കെട്ടി രക്ഷാപ്രവർത്തനം. ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം പ്രൊട്ടക്ട് ചെയ്യലല്ല പോലീസിന്റെ പണി. പോലീസ് നിയമപരമായിട്ടാണ് നേരിടേണ്ടത്, അല്ലാതെ അതിനെ കായികപരമായി നേരിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയല്ല അവരുടെ പണി. ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാം ഏതെല്ലാം തരത്തിലുള്ള നിയമലംഘനങ്ങൾ അതിൽ നടന്നുവെന്ന്. ഒരു VIP പ്രൊട്ടക്ഷനുള്ള ഗൺമാനും സെക്യൂരിറ്റി ഓഫീസേഴ്സും അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ പെരിമീറ്ററിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ലോക്കൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആൾക്കാരെ തല്ലിച്ചതയ്ക്കുന്നത് ഏത് രീതിയിലുള്ള VIP സെക്യൂരിറ്റിയാണ്? ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്തവണ എല്ലാം മാറി ചിന്തിച്ചത്.